ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ. ഒന്നുമില്ല, ഒരു പൊതിച്ചോറ് കെട്ടൽ. ഇതൊന്നല്ല, ഒരാൾക്ക് മാത്രം കെട്ടിയാൽ പോരല്ലോ. ഇവിടെ 3-4 പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള, പിള്ളേരില്ലായിരുന്നു, പിള്ളേരങ്ങ് വീട്ടിലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വീട്ടിലെ എല്ലാവർക്കും ഉള്ള പൊതിച്ചോറ് കെട്ടലായിരുന്നു ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞത്. രാവിലെ ജോലിയും കാര്യങ്ങളും എല്ലാം തീർന്ന് അപ്പോഴാണ് ഞാൻ കരുതി വാഴയിലക്കകത്ത് പൊതിച്ചോറുണ്ടാക്കാമെന്ന്. കാരണം സാധനങ്ങളെല്ലാം അത്യാവശ്യമുണ്ട്. അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് ആഡംബരമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് അത്യാവശ്യം നമുക്ക് രുചിയോട് കഴിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് വെച്ച് ഞാൻ വിചാരിച്ചു പൊതിച്ചോറ് കെട്ടാമെന്ന്. കാരണം കുറേ നാളായി വാഴയിലയ്ക്ക് വാഴയില കഴിച്ചിട്ടെന്ന് വെച്ചാൽ ഇല വെട്ടാനും സമയമില്ല, ഇല വാട്ടാനും സമയമില്ല, അങ്ങനത്തെ മേളത്തിൽ കിടക്കുകയാണ്. എന്തായാലും ഇന്ന് കുറച്ച് ജോലിയൊക്കെ തീർന്നപ്പോൾ ഞാൻ കരുതി ചോറ് കുറച്ച് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ രാവിലെ പൊതിച്ചോറെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തയ്യാറാക്കണം. രാവിലെ തയ്യാറാക്കി ഉച്ചയ്ക്ക് തുറക്കുമ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കണവയൊക്കെ ഉണ്ടല്ലേ, കണവയെന്ന് വെച്ചാൽ നമ്മുടെ കൂന്തലെന്നൊക്കെ പറയുമല്ലേ, അപ്പോൾ അതിൻ്റെ തോരനൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. കാരണം എനിക്ക് പണ്ട് അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ ഈ മീൻ കറി പറ്റിച്ചുണ്ടല്ലോ, നമ്മുടെ ഈ കൊച്ചു മീനുകൾ, ചാളയാണെങ്കിലും നെത്തോലാണെങ്കിലും അത് അമ്മ മുളക് കറി വെക്കും. മുളകിട്ട് വെച്ചിട്ട് നല്ല തലേന്നാണ് വെക്കുന്നത്. അതെടുത്ത് പിറ്റേന്ന് ചൂടാക്കി ഇതുപോലെ പൊതിച്ചോറ് കെട്ടി അതിനകത്ത് ഇങ്ങനെ അറ്റത്ത് വേറെ കൊച്ചൊരു വാഴയില വാട്ടി അതിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വരുമ്പോൾ, അതുപോലെ തന്നെ ഈ കണവയുണ്ടല്ലേ, കണവയൊക്കെ ഓരോ നാട്ടിലും ഓരോ പേരാ വന്ന് കണവയെന്നും കൂന്തലെന്നൊക്കെ പറയും. അതുപോലെ കണവ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല രീതിയിൽ വേവിച്ച് തോരൻ വെക്കും. അപ്പോൾ അതൊക്കെ ആയിട്ട് തരുന്ന ആ രുചി എനിക്ക് ഇപ്പോഴും എൻ്റെ വായിലിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കണവയും ഈ തലേന്നത്തെ മീൻകറി പറ്റിച്ചത്. അപ്പോൾ ഇവിടെ തലേന്നത്തെ മീൻകറി ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാൻ കുറച്ചല്ല, ഒരു 5 പൊതി ചോറ് കെട്ടാന്ന്. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നല്ല നാടൻ തേങ്ങ, നമ്മുടെ തെങ്ങിൽ നിന്ന് നടന്ന് വീണ തേങ്ങ എടുത്ത് എൻ്റെ കൃഷിത്തോട്ടത്തിലെ പച്ചമുളക് അതെടുത്ത് വെച്ച് അരച്ച നല്ല ചമ്മന്തി വെച്ചാൽ മുളക് പൊടി ഇട്ടില്ല, ഉപ്പും പച്ചമുളകും നമ്മുടെ തേങ്ങ ഉപയോഗിച്ച് അരച്ച വെള്ളച്ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിട്ടാണ്. വെള്ളച്ചമ്മന്തി നല്ല നമ്മൾ എരി കൂട്ടി അരയ്ക്കണം. പച്ചമുളക് കൂട്ടി നല്ല എരിവോട് കൂടി അരച്ച് ചോറിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വാഴപ്പിണ്ടി, നമ്മൾ എടുത്ത് ചുമ്മാ നമ്മൾ കൊല വെട്ടിയിട്ട് എടുത്ത് കളയുന്നൊരു സാധനത്തിൽ നിന്ന് ഉണ്ടാക്കിയ തോരൻ എന്തുമാത്രം ഗുണമാണെന്നറിയാമോ? ഗുണവുമുണ്ട്, അതുപോലെ തന്നെ നല്ല രുചിയാണ് വാഴപ്പിണ്ടി. പാളയംകുളം പഴം കൊല വെട്ടിയതിൻ്റെ പിണ്ടിയാണ് എടുത്ത് തോരനാക്കിയിരിക്കുന്നത്. അപ്പം അത് നമുക്ക് കാണുമ്പോൾ ഒരു ലുക്കൊന്നും ഇല്ലെങ്കിലും പക്ഷേ കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വാഴപ്പിണ്ടി തോരൻ. അപ്പോൾ വാഴപ്പിണ്ടിയും വാഴക്കൂമ്പിനെക്കാട്ടി ടേസ്റ്റാണ് സാധാരണ നമ്മൾ വാഴക്കൂമ്പൊക്കെ എടുത്ത് തോരൻ വെക്കുന്നത്, പക്ഷേ അതിനെക്കാട്ടി ടേസ്റ്റാണ് ഈ വാഴപ്പിണ്ടിയുടെ തോരൻ. എല്ലാവരും ഒന്ന് കിട്ടുന്നവരൊക്കെ ഒന്ന് എടുത്ത് കറി വെച്ച് നോക്കണം. അതുപോലെ തന്നെ ബാക്കി നമുക്ക് അത് കുറച്ച് നമുക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് മതി, കുറേ കരിയുമ്പോൾ തന്നെ ഒരു തോരനാവും. പിന്നെ നമുക്ക് ഈ വാഴപ്പിണ്ടി വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, വറ്റലുണ്ടാക്കാം.